ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് ഇതുവരെ ചോദിച്ചിട്ടുള്ള, അതായത് 2012 മുതൽ 2026 വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ PSC ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓരോ എക്സാമും അതായത് ഓരോ ക്വസ്റ്റ്യൻസും ഏത് എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് വർഷം ചോദിച്ചതാണെന്ന് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ആര്യ സമാജ് സ്ഥാപിച്ചത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജ് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് WC ബാനർജി. 3, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. 4, ബംഗാൾ വിഭജനം നടന്ന വർഷം? 1905. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം എന്ത്? സ്വദേശി സ്വീകരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമാണ് സ്വദേശി സ്വീകരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. 6, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. കേസരി പത്രം ആരംഭിച്ചത് ആര്? ബാലഗംഗാധര തിലക്. കേസരി പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. ലക് ബക്ഷ് എന്നറിയപ്പെട്ടത് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. ലക് ബക്ഷ് എന്നറിയപ്പെട്ടത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്ക്. ബാബറിനെ ഇന്ത്യ ആക്രമിക്കാൻ ക്ഷണിച്ചത് ആര്? ദൗലത് ഖാൻ ലോധി. ബാബറിനെ ഇന്ത്യ ആക്രമിക്കാൻ ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോധി. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? ലോർഡ് മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. ഗോവ പിടിച്ചടക്കിയത് ആര്? 1510 അൽബുക്കർക്ക്. ഗോവ പിടിച്ചടക്കിയത് അൽബുക്കർക്കാണ്. വർഷം 1510. ഹിസ്റ്ററി ഈസ് ദ ക്യൂൻ ഓഫ് സയൻസസ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? മിൻഹാജ് ഉസ് സിറാജ്. ഹിസ്റ്ററി ഈസ് ദ ക്യൂൻ ഓഫ് സയൻസസ് എന്ന് വിശേഷിപ്പിച്ചത് മിൻഹാജ് ഉസ് സിറാജ്. ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? A.O. ഹ്യൂം. ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. സത്യശോധക സമാജ് സ്ഥാപിച്ചത് ആര്? ജ്യോതിറാവ് ഫുലെ. സത്യശോധക സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫുലെ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? മൗലാന ഹസ്രത്ത് മൊഹാനി. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് മൗലാന ഹസ്രത്ത് മൊഹാനി. ഇന്ത്യൻ ഭരണഘടനാ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോൾ? 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര നടന്ന വർഷം? 1930. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര നടന്ന വർഷം 1930. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലക്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലക്. ഇന്ത്യ വിടുക പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1942. ഇന്ത്യ വിടുക പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942. ഇന്ത്യൻ ദേശീയ സൈന്യം അഥവാ INA പുനഃസംഘടിപ്പിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ സൈന്യം അഥവാ INA പുനഃസംഘടിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ചൗരി ചൗര സംഭവം നടന്ന വർഷം? 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922.
ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ്. ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ആനി ബസന്റ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എവിടെയായിരുന്നു? ബോംബെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ബോംബെ അല്ലെങ്കിൽ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച നേതാക്കളിൽ ഒരാൾ ആര്? ബാലഗംഗാധര തിലക്. ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച നേതാക്കളിൽ ഒരാളാണ് ബാലഗംഗാധര തിലക്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വർഷം 1929. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വർഷമാണ് 1929. ദണ്ഡി മാർച്ച് ആരംഭിച്ച തീയതി 1930 മാർച്ച് 12. ദണ്ഡി മാർച്ച് ആരംഭിച്ച തീയതിയാണ് 1930 മാർച്ച് 12. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആര്? മഹാത്മാഗാന്ധി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് മഹാത്മാഗാന്ധി. മൂന്നാം ബുദ്ധസഭയ്ക്ക് അധ്യക്ഷനായത് ആര്? മൊഗളി പുത്തതിസ്സ. മൂന്നാം ബുദ്ധസഭയ്ക്ക് അധ്യക്ഷനായത് മൊഗളി പുത്തതിസ്സ. ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ് എന്ന കൃതി രചിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ് എന്ന കൃതി രചിച്ചത് രാജാറാം മോഹൻ റോയ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ നേതാവ് ആര്? കുൻവർ സിംഗ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ നേതാവാണ് കുൻവർ സിംഗ്. വ്യക്തിഗത സത്യാഗ്രഹത്തിലെ രണ്ടാമത്തെ സത്യാഗ്രഹി ആര്? ജവഹർലാൽ നെഹ്റു. വ്യക്തിഗത സത്യാഗ്രഹത്തിലെ രണ്ടാമത്തെ സത്യാഗ്രഹിയാണ് ജവഹർലാൽ നെഹ്റു. സമ്പൂർണ്ണ ക്രാന്തി എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ജയപ്രകാശ് നാരായൺ. സമ്പൂർണ്ണ ക്രാന്തി എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജയപ്രകാശ് നാരായൺ. അസഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് ആര്? ഈ അസഹകരണ പ്രസ്ഥാനം തന്നെയാട്ടോ നിസ്സഹകരണ പ്രസ്ഥാനവും. മഹാത്മാഗാന്ധി. അസഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് ആര്? ലോർഡ് കാനിങ്. ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് ലോർഡ് കാനിങ്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലക്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലക്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം. ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലമാണ് സബർമതി ആശ്രമം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942. ഭരണഘടനാ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? ലോർഡ് വില്യം ബെന്റിക്. ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലാണ് ലോർഡ് വില്യം ബെന്റിക്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ഏത് വർഷം? 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം 1950 ജനുവരി 26.
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം 1949 നവംബർ 26. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946. ഇന്ത്യ സ്വതന്ത്രമായ തീയതി 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ സ്വതന്ത്രമായ തീയതി 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ വിഭജിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം. ഇന്ത്യ വിഭജിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത കാലയളവ് 2 വർഷം 11 മാസം 18 ദിവസം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത കാലയളവാണ് 2 വർഷം 11 മാസം 18 ദിവസം. ഭരണഘടനാ കരട് സമിതിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ കരട് സമിതിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷമാണ് 1950. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? ലോർഡ് മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ലോർഡ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? അമേരിക്കൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? അമേരിക്കൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ചേർത്ത ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി വർഷം 1976. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ചേർത്ത ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി വർഷം 1976. ഇതോടെ ഇന്ത്യ ചരിത്രം എന്ന ടോപ്പിക്കിൽ 2012 മുതൽ 2026 വരെ നടന്ന എല്ലാ PSC ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്തൊരു അധ്യായത്തിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.